സംസ്ഥാനത്തെ IAS തലപ്പത്തെ അഴിച്ചുപണിയിൽ മന്ത്രിമാർക്ക് അതൃപ്തി. റവന്യൂ മന്ത്രി അറിയാതെയാണ് 6 ജില്ലാ കളക്ടർമാരെ മാറ്റിയത്. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കിയതും മന്ത്രി അറിയാതെയാണ്. വ്യവസായ വകുപ്പിലെ മാറ്റം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. എസ് വിനേഷ് കുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. വിനേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ വകുപ്പിലെ തലപ്പത്തുള്ള IAS മാറ്റത്തിൽ ഒരു ഉത്തരവ് വരുന്നത്. അത് പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനപ്പെട്ട പേരുകൾ അരുൺ കെ വിജയന്റെ പേരാണ്. അത് കണ്ണൂരിൽ നമുക്കറിയാം ADM നവീൻ കെ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയനായി നിന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ പാർട്ടിയിൽ ഒന്നും ചർച്ചകൾ ഉണ്ടായില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗൂഗിൾ പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇത് ഈ ഒരു സ്ഥലം മാറ്റം ജില്ലാ കളക്ടർമാരുടെയും അതുപോലെ തന്നെ മറ്റുള്ള IAS തലപ്പത്തുള്ള ആളുകളുടെയും സ്ഥലം മാറ്റം വലിയ വിവാദമായിരിക്കുകയാണ് UDF-നകത്ത്. UDF-ൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇത്തരത്തിലുള്ളൊരു സ്ഥലം മാറ്റം നടത്തിയത് ശരിയായില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഘടകകക്ഷികളും എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. പ്രധാനമായും ഈ ജില്ലാ കളക്ടർമാരുടെ സ്ഥലം മാറ്റമാണ്. 6 ജില്ലകളിലാണ് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇത് റവന്യൂ മന്ത്രിയായ AP അനിൽകുമാറിൻ്റെ ഓഫീസ് അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ വ്യവസായ വകുപ്പിലും ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതൃപ്തി മന്ത്രിമാർക്കിടയിലുണ്ട്. എന്നാൽ മന്ത്രിമാർ ഇത് പരസ്യമാക്കാൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒരു നീരസം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് തുടക്കം തന്നെ UDF-ൻ്റെ തുടക്കകാലത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതൃപ്തി ഘടകകക്ഷികൾക്കിടയിലും പാർട്ടിക്കിടയിലും പുകയുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം രത്തൻ യു ഖേൽക്കറെ സെക്രട്ടറിയാക്കിയത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം വലിയ തോതിൽ തന്നെ പ്രതിഷേധവുമായി വലിയ തോതിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ UDF-നകത്തും അതുപോലെ തന്നെ ഒരു വിഭാഗം അതൃപ്തി പുകയുന്നു. നമുക്കറിയാം KC വേണുഗോപാൽ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മന്ത്രിസഭ കൂടിയാണ് കോൺഗ്രസിൻ്റെ. പ്രത്യേകിച്ച് കോൺഗ്രസ് മന്ത്രിമാരിൽ അധികവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. സ്വാഭാവികമായും VD സതീശൻ്റെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളെ ഏതു വിധേനയും എതിർക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും. അങ്ങനെ ഒരു രാഷ്ട്രീയ മുഖം കൂടി അതിനുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഏകപക്ഷീയമായാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഗോകുൽ പ്രവിത. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തുടക്കത്തിലെ കല്ലിടിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആൾ കൂടിയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. അതെ, കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്നൊരു ആക്ഷേപമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു അമർഷമാണ് മന്ത്രിമാർക്കിടയിലും ഒപ്പം ഘടകകക്ഷി മന്ത്രിമാരുടെ ഇടയിലും പാർട്ടിയിലെ മന്ത്രിമാരുടെ ഇടയിലും ഒക്കെ ഉണ്ടാകുന്നത്. എസ് വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.